പി വധക്കേസിൽ കേസിന്റെ മെറിറ്റ് അറിയാതെ ജാമ്യം അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഇത് കൊലപാതക കേസാണെന്ന് വ്യക്തമാക്കിയ കോടതി രേഖകൾ ഹാജരാക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ കെ രമയുടെ അഭിഭാഷകനും സർക്കാർ അഭിഭാഷകനും തമ്മിൽ കോടതിയിൽ തർക്കവുമുണ്ടായി. കെ രമയുടെ താളത്തിനൊത്ത് തുള്ളാൻ ആകില്ല എന്ന് കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബാലു, ആ പരാമർശം അത് വളരെ മോശമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വന്തം ഭർത്താവിന്റെ കുറ്റക്കാരെ കണ്ടെത്താൻ കേരള മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ് ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകം. അതിൽ കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി കെ രമ എന്ന സ്ത്രീ നടത്തിയ പോരാട്ടം കേരളം കണ്ടതാണ്. അവിടെ പ്രതികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇളവുകൾ, ജാമ്യമായും പരോളായും ഏതൊക്കെ തരത്തിലുള്ള ഇളവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് കേരളം കാണുന്നതാണ്. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ, പരമോന്നത കോടതിയിൽ കെ രമ പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പരാമർശം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന്? ആര്യ, ഇന്ന് ഈ ജ്യോതിബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി.വി. ദിനേശ് ഈ കെ രമയുടെ താളത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാരിന് തുള്ളാൻ വേണ്ടി കഴിയില്ല എന്ന പരാമർശം കോടതിയിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ കെ പറഞ്ഞത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഈ കുറ്റവാളി അതായത് ജ്യോതിബാബുവും തമ്മിൽ ഒത്തുകളിക്കുകയാണ്, ഈ കേസിലെ കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുക എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അതിൽ പ്രകോപിതനായാണ് ഇത്തരത്തിലൊരു പരാമർശം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത കെ രമയുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്യുന്ന എന്നൊരു പരാമർശവും ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജ്യോതിബാബു നേരത്തെ സുപ്രീം കോടതിയിൽ ഈ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത്. ആ ഹർജിയിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ രമയുടെയും നിലപാട് കോടതി ആരാഞ്ഞിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ രേഖാമൂലം സുപ്രീം കോടതിയിൽ നിലപാട് പറഞ്ഞിരുന്നില്ല, മറിച്ച് സീനിയർ അഭിഭാഷകൻ എന്ന് ഹാജരാകുക മാത്രമാണ് ചെയ്തിരുന്നത്. കെ രമയാകട്ടെ ഒരു വിശദമായ സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. കോടതി ഇന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കെടുത്തപ്പോൾ കോടതി പറഞ്ഞത് ഇതൊരു കൊലപാതക കേസാണ്, അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടതിന് ശേഷം മാത്രമേ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ കെ രമയുടെ അഭിഭാഷകൻ ആർ ബസന്ത് കോടതിയിൽ ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില കാര്യങ്ങൾ കോടതിയിൽ പറയാനുണ്ടെന്ന് പറഞ്ഞത്. തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായതും ഈ ജ്യോതിബാബുവിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ നാഗബുത്തും സമാനമായ രീതിയിൽ, അതായത് ഈ രമയുടെ അഭിഭാഷകൻ നടത്തിയ പരാമർശത്തിനെതിരെ കോടതിയിൽ അതിനിശ്ചിതമായ ചില വാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും കോടതി ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായ വാദം കേട്ടിട്ടില്ല. ഇത് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമേ, അതായത് ഈ രേഖകൾ വന്നതിന് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് മാത്രമാണ് കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആര്യ.